ഇതെവിടെയാണ് കാൽ ഉറപ്പിച്ചിരിക്കുന്നതെന്ന് ആൾക്കാർക്ക് പിടിയില്ല. ആൾക്കാരിങ്ങനെ നോക്കുന്ന സമയത്ത് എവിടെയാണ് ഈ ശ്രീകൃഷ്ണൻ നിൽക്കുന്നത് എന്നതാണ്. കാണികളുടെ കൈയടി നേടി ഏരൂർ സ്വദേശി ദിനേഷ് കുമാറാണ് ഈ നിശ്ചല ദൃശ്യം ഒരുക്കിയത്. 3 പതിറ്റാണ്ടായി വെൽഡിംഗ് രംഗത്തുള്ള ഇദ്ദേഹം വെൽഡേഴ്സ് ചോയ്സ് വർക്ക്ഷോപ്പിലാണ് നിശ്ചല ദൃശ്യം ഒരുക്കിയത്. ദിനേഷ് കുമാറും സംഘവും നമ്മുടെ ലേബി സഞ്ജിത്തിനോടൊപ്പം ചേരുന്നുണ്ട്. അതിന്റെ രഹസ്യം നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് പറഞ്ഞു തരാം. എങ്ങനെയാണ് കൃഷ്ണൻ എയറിൽ നിൽക്കുന്നത് എന്നുള്ളത്. നമ്മളൊക്കെ ഏറി പോകാറുണ്ട്, പക്ഷെ അതുപോലല്ല ഈ പോക്ക് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നമുക്ക് ലേബി സഞ്ജിത്തിനോടൊപ്പം ഇതിന്റെ ശില്പിയുണ്ട് ദിനേഷ് കുമാർ. ഗുഡ് മോർണിംഗ് ലേബി. എന്തായാലും അത് സംഭവം വൈറലായിട്ടുണ്ട്, സംഭവം ഗംഭീരമായിട്ടുണ്ടെന്ന് ദിനേഷിനോട് പറയൂ. അതിന്റെ രഹസ്യം ഒന്ന് ദിനേഷ് വെളിപ്പെടുത്തണ്ടേ, എങ്ങനെയാണ് കൃഷ്ണൻ ഏറിപ്പോയതെന്ന്. ഞാനത് കണ്ടുകൊണ്ട് നിന്ന ആളാണ് താത്ത സമയത്തിന്. ഞാൻ തന്നെ എത്ര സമയം ആശയക്കുഴപ്പത്തിലായിരുന്നു, ഇതെങ്ങനെയാണ് ഈ കൃഷ്ണൻ ഇങ്ങനെ ഈ വായുവിൽ നിൽക്കുന്നത് എന്ന്. ഏതായാലും അത് ഇപ്പോൾ എരൂർ സ്വദേശി ദിനേഷ് കുമാറാണ് വെൽഡേഴ്സ് ചോയ്സിലാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ആ വർക്ക്ഷോപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതാണ് ഇതിന്റെ ട്രിക്ക്. ഇത് കണ്ടാൽ മനസ്സിലാകും എങ്ങനെയെന്ന്. നമുക്ക് പ്രേക്ഷകരോട് കൂടുതൽ വിശദീകരിക്കേണ്ടതെന്ന് വരില്ല. എത്ര ബ്രില്യന്റ് ആയിട്ടാണ് ഇത് ഒരുക്കിയിരിക്കുന്നത് നോക്കൂ. നമുക്ക് ആ ദൃശ്യം കണ്ടാൽ ഒരിക്കലും സംശയമേ തോന്നില്ല ഇങ്ങനെ ഒരു ക്രിയേറ്റിവിറ്റി ഇതിന്റെ പുറകിലുണ്ടെന്ന്. എങ്ങനെ വായുവിൽ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആശയക്കുഴപ്പം. ഇതെങ്ങനെയാണ് ഈ ആശയം വന്നത്? ഇത് 2 വർഷമായിട്ട് ഞാനിത് ആലോചിക്കുന്നതാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ ഇത് നമ്മളത് കാണാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇത്ര ജനശ്രദ്ധ കാരണം. ഇത് ലോറിയുടെ പ്ലാറ്റ്ഫോമിൽ സെറ്റ് ചെയ്യും. ഈ വശം ലോറിയുടെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു. ആദ്യം നമ്മൾ ഇത് ലോറി ഫിക്സ് ചെയ്ത് ലോറി അളവെടുത്ത് അത് ഏത് ലോറിയാണ് ഫിക്സ് ചെയ്ത് അതിനുശേഷം ഈ സാധനം ഉണ്ടാക്കി അളവിൽ ഇതങ്ങ് ഫിക്സ് ചെയ്തു. ആ ലോറിയിൽ ഫിക്സ് ചെയ്ത് 2 പൈപ്പ് ഇങ്ങനെ വന്നേക്കാണ്. ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പൈപ്പുകളാണ്. ഇത് വന്നിട്ട് ഇവിടെ നമ്മുടെ പാഞ്ചാലിയുടെ ചേല ചുറ്റിയിരുന്നത്. അപ്പൊ നമ്മൾ സാരി ചുറ്റി ഇത് കവർ ചെയ്ത്, അത് ചുമന്ന സാരിയാണ് നമ്മൾ. അപ്പൊ അതാണ് ചുമന്ന പെയിന്റ് അടിച്ചത്. എന്തെങ്കിലും കാരണവശാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് കാണരുത്. നമ്മൾ ചുമന്ന പെയിന്റ് അടിച്ച് അത് സെറ്റ് ചെയ്ത് അതിനുശേഷം നമ്മൾ ഇവിടെ വന്നിട്ട് സാരിക്ക് ഒപ്പിച്ചങ്ങ് പെയിന്റ് അടിച്ചു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇത് കമ്പി വളച്ച്, ഇത് ഒരു കമ്പിയല്ല, ഒരു 4 കമ്പി ഒരുമിച്ച് വളച്ചേക്കാണ്. സെയിം ആയിട്ട് അത് അത്ര സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇങ്ങനെ വളച്ചിട്ട് കൈ ഇതിന്റെ മേളിൽ റെസ്റ്റ് ചെയ്യിച്ചു. എന്നിട്ട് തിരിച്ച് ഇത് വന്നിട്ട് വളരെ പൊസിഷനിങ് വളരെ കറക്റ്റ് ആയിരുന്നു. അപ്പൊ നമ്മളൊരു തുണി തയ്ക്കുന്ന ഡ്രസ്സ് തയ്ക്കുന്ന ഇതിൽ അളവെടുത്ത് അതുപോലെ അളവെടുത്തിട്ട് അവന്റെ ഈ കാലിന്റെ അളവെടുത്ത് 2 പ്ലേറ്റ് കട്ട് ചെയ്ത് ഇത് 1 ഇഞ്ച് പൈപ്പാണ്. അതിന്റെ പൈപ്പ് ഇതിന്റെ അടിയിലൂടെ ഷൂ വേണ്ടി ഷൂ ഇതിന്റെ അടിയിൽ കൂടി ഇട്ട് ഇത് കവർ ചെയ്ത് അങ്ങനെയാണ് ഇത് ചെയ്തത്. സിമ്പിൾ ആണ്, പക്ഷെ നമ്മളത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. അതാണ് ഇത്ര. ഡോക്ടറിനൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇത് കണ്ടാൽ, ആ ദൃശ്യം കണ്ടാൽ നമ്മൾക്ക് തോന്നുകയേ ഇല്ല ഇങ്ങനെ ഒരു സപ്പോർട്ടിലാണ് ആ കൃഷ്ണൻ നിൽക്കുക എന്ന്.